നമസ്കാരം. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളുടെ മോചനം നടക്കുമ്പോഴൊക്കെ തന്നെ ഉയർന്നു കേട്ട ഒരു പേരാണ് കെഫിർ ബിബാസിൻ്റേത്. ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ തട്ടിയെടുത്ത ബന്ദികളിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയായിരുന്നു കെഫിർ ബിബാസ്. അന്ന് തട്ടിക്കൊണ്ടുപോകുമ്പോൾ അവന് പ്രായം വെറും 9 മാസം മാത്രമായിരുന്നു. അച്ഛൻ യാർദേൻ, അമ്മ ഷിരി, സഹോദരൻ 4 വയസ്സുകാരനായ ഏരിയൽ എന്നിവരെ അവരുടെ വീട്ടിൽ നിന്നാണ് ഹമാസ് തീവ്രവാദികൾ 2021 ഒക്ടോബർ 7 തട്ടിക്കൊണ്ടുപോയത്. ഇവരെ തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വൈറലായിരുന്നു. തന്നെ 2 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന അവരുടെ അമ്മ ഷിരിയെയും അവരെ ബലം പ്രയോഗിച്ച് വാഹനത്തിലേക്ക് വലിച്ചിഴച്ച് കയറ്റുന്ന തീവ്രവാദികളുടെയൊക്കെ തന്നെ ചിത്രങ്ങൾ ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരുടെയൊക്കെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. പിന്നീട് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോഴൊക്കെ തന്നെ ഇവരുടെ പേരും അതിലുണ്ടോ എന്നാണ് എല്ലാവരും ഉത്കണ്ഠയോടെ നോക്കിയിരുന്നത്. കുറേ നാൾ മുമ്പ് ഈ കുട്ടികൾ ജീവിച്ചിരിപ്പില്ല എന്ന് ഹമാസ് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി ബന്ദികളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ പട്ടിക പുറത്തു വന്നപ്പോൾ ഇവരുടെ ചിത്രങ്ങളും അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടുകാർക്ക് ഇതിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. ഇവരുടെ പിതാവായ യർദേനെ ഈയിടെ ഹമാസ് മോചിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴെല്ലാവരും കാത്തിരുന്നത് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ എന്നാണ് വീട്ടിലേക്ക് എത്തുന്നത് എന്നാണ്. ഏതായാലും ഇവർ കൊല്ലപ്പെട്ടു എന്ന് ഹമാസ് നേതൃത്വം തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അവർ പറയുന്നത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഈ കുട്ടികൾ കൊല്ലപ്പെട്ടതും എന്നാണ്. അവരുടെ അമ്മയും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഹമാസ് നൽകുന്ന വിവരം. നാളെ, അതായത് വ്യാഴാഴ്ച, ഇവരുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറും എന്നാണ് അവർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശനിയാഴ്ചയാണ് മറ്റ് ബന്ദികളെ മോചിപ്പിക്കുന്നത്. ഏതായാലും ഹമാസിൻ്റെ ക്രൂരതയുടെ പ്രതീകങ്ങളായി മാറുകയാണ് ഈ പാവം അമ്മയും 2 കുഞ്ഞുങ്ങളും. യാതൊരു മനുഷ്യത്വമില്ലാതെയാണ് ഇവർ തടവറകളിൽ ബന്ദികളോട് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമായി ഈ അമ്മയും കുഞ്ഞുങ്ങളും മാറുകയാണ്. ഹമാസ് അവകാശപ്പെടുന്നത് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടത് എന്നാണ്. എന്നാൽ ഒരുപക്ഷെ തടവറയിലെ അതിഭീകരമായ ചുറ്റുപാടുകളിലായിരിക്കാം ഇവർ കൊല്ലപ്പെട്ടിരിക്കാൻ സാധ്യത എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. അതിനിടെ ഈ വരുന്ന ശനിയാഴ്ച കൂടുതൽ ബന്ദികളെ മോചിപ്പിക്കുന്നുണ്ട്. അതോടെ 1ാം ഘട്ടം ബന്ദികളുടെ മോചനം പൂർത്തിയാവുകയാണ്. പിന്നീട് ഇനി എന്നാണ് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. എന്നാൽ കെയ്റോയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭാഷണങ്ങളിൽ ഇക്കാര്യത്തിൽ തീരുമാനമായി എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും ഉണ്ടായിട്ടില്ല. ഹമാസ് തടവറകളിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നാണ് ഇസ്രായേലും വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനിടെ ഗാസയിൽ അവിടെ ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റും വിതരണം സുഗമമാക്കുന്നതിന് വേണ്ടി കൂടുതൽ സംവിധാനങ്ങൾ ഇസ്രായേൽ ഏർപ്പെടുത്തി. ഇത് അടുത്ത ഘട്ടം വെടിനിർത്തലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്.